അപ്പോൾ ടാറ്റാ ബൈ ബൈ. അങ്ങനെ എൻ്റെ ബേസിക്കലി എൻ്റെ ഒരു ആദ്യത്തെ ഇന്റർനാഷണൽ യാത്ര ട്രിപ്പ് അതാണ് ബേസിക്കലി. ജിജേട്ടാ നമുക്ക് പോലെ നമുക്ക് വിളിക്കാം. അങ്ങനെ ആദർശാണ് ക്യാമറമാൻ, അത് പറയാൻ മറന്നുപോയി. സെക്കൻഡ് അടിപൊളിയായിട്ട് ക്യാമറ ഒക്കെ എടുക്കും. അപ്പൊ ഇന്നത്തെ മിക്കവാറും നമ്മുടെ ട്രിപ്പിന്റെ ക്യാമറമാൻ മിക്കവാറും ആദർശായിരിക്കും, അസിസ്റ്റന്റ് ആയിട്ട് ജിനിച്ചേട്ടൻ, പിന്നെ വയലൊക്കെ ഞാനും അന്നമ്മ ഉണ്ടാവും. അപ്പോൾ പോവാം. ഇത് ജിനിച്ചേട്ടന്റെ പേടകമാണ്. താക്കോൽ ഞാൻ കടം മേടിച്ചിട്ടുണ്ട്. ജിനിച്ചേട്ടാ വിത്ത് യുവർ പെർമിഷൻ കയറി. അത് ഓക്കെ, ഞാൻ കയറുവാണേ. ഓക്കെ, ഒന്നുകൂടെ അൺലോക്ക് ചെയ്തടാ. ആ കീ ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ മതി. ആയോ? ഓക്കെ, അറിയാത്തതിന്റെ പ്രശ്ന. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 4.5 മണിക്കൂറുണ്ട്. സോ നമുക്കിനി ഇടയ്ക്ക് ഒരു ബ്രേക്കിന് ടൈമിൽ വെച്ച് കാണാം. അങ്ങനെ നീണ്ട ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ മോട്ടോർ വേര് സർവീസ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ് ബേസിക്കലി. നമുക്ക് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. ഇപ്പം അന്നമ്മയും ജിനിച്ചേട്ടനൊക്കെ അവിടെ നെക്ക് പില്ലോയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ആദർശ ക്യാമറാമാൻ ഒബ്വിയസ്ലി. എന്താണ് നിങ്ങൾ ഇനി ഒരു എയർപോർട്ടിലേക്ക് നമുക്ക് ഇനി ഒരു 2 മണിക്കൂറും കൂടി യാത്രയുണ്ട് ഓൾമോസ്റ്റ്. ബട്ട് ഇറ്റ്സ് റിയലി അമേസിങ് ഗൈസ്, ഐ ഹാവ് ടു സേ. റിയലി എൻജോയിങ് ഗ്രേറ്റ് ടൈം വിത്ത് ജിനിച്ചേട്ടൻ. ആ ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് തന്നെ, അല്ലേ? അതെ, ഒരു വർഷത്തിന് ശേഷം കാണുന്നത്. അന്ന് എൻ്റെ റൂമിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയ മനുഷ്യനാ ജോലി കിട്ടിയിട്ട്. പിന്നെ എൻ്റെ പരിസരത്തേക്കേ വന്നിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെ സംഗമിപ്പിക്കുന്നത് അൽബേനിയൻ ട്രിപ്പാണ്. അതെ, എങ്ങനെയുണ്ടാവും ദൈവത്തിന് അറിയാം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഞങ്ങൾ അഭിപ്രായങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ വീഡിയോ അങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതല്ല. ഇതിപ്പം ഞങ്ങൾ അവസാനം എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചാവുകൊണ്ട് ഇങ്ങനെ ആ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മാറി മാറി അത് പ്രോയിലും ഫോണിലൊക്കെ ആയിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മളിതുണ്ട്, ഇതെല്ലാം ഇവിടുത്തെ പാർക്കിംഗ് സ്ലോട്ടുകളാണ്. ഇവിടെ നിന്നാണ് നമ്മൾ 24 hours നമുക്കിവിടെ വാഷ്റൂം അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ പെട്രോൾ അടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം ഇതാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് ഡാൻസ് കളിക്കാം. സച്ചിൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടാകും. യെസ്, ഡെഫിനറ്റ്ലി. നമ്മൾ ട്രിപ്പ് മോഡാണ്, ഫുൾ ട്രിപ്പ് മോഡ്, ഫുൾ എൻജോയ്മെന്റ്. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. ഇവിടെ ഞങ്ങൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ഈ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലായിരുന്നു ലണ്ടനിൽ. അപ്പം 76 സംതിങ് ആണ്, 75 സംതിങ്. അപ്പോൾ റയൻ എയർവേസിൻ്റെ അതിൻ്റെ ഇതിൽ സൈറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പം 5 ദിവസത്തേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ യാത്രയുടെ ആദ്യഘട്ടം എത്തി. ഹലോ ഗൈസ്, കൊള്ളിരുത് ജാക്കറ്റ് എടുത്തില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡിയാണ്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി പോയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മിസ്സിനാണ് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഏകദേശം ഒരു 3 മണിക്കൂറാണ് നമുക്ക് ലണ്ടനിൽ നിന്ന് തിരാന അൽബേനിയ എയർപോർട്ടിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. അപ്പോൾ അത് എയർപോർട്ടിന് പുറത്താണ്. ഞങ്ങളത് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പല കാറുകൾ നമുക്ക് ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കൊരു എലാൻട്രയാണ് ഈ കാണുന്ന വണ്ടിയാണ് കിട്ടിയത്. ജസ്റ്റ് ഞങ്ങൾ ഇൻസ്പെക്ഷന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. കാരണം അറ്റ് ദി എൻഡ് വണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കുമ്പം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്താൻ. ഞങ്ങൾക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഫുൾ കവറേജും എടുത്തു. അപ്പം ഞങ്ങളൊരു ഗോൾഫായിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ ഭാഗ്യം വെച്ചാൽ നമുക്ക് നല്ലൊരു പുതിയ വണ്ടി കിട്ടി, 2024 മോഡലായത്. അപ്പം അതുകൊണ്ട് ഇച്ചിരി സൗകര്യവും നല്ല സ്പേസും ഉണ്ടായിരുന്നു. ഹായ് ഗായ്സ്, ഞങ്ങളപ്പോൾ അടുത്ത ലേക്കിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ടൂർ പൊളി. ആദർശിന് ഭയങ്കര വിഷമമായിരുന്നു ഗൈസ്, ഭയങ്കര വിഷമം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ സ്റ്റേ മെയിൻ ആ തിരാന സിറ്റിയിലായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ആ സ്റ്റേ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് ട്രാഫിക്കും നല്ല ചൂട്. ഞങ്ങൾ ശരിക്കും ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് റൂമിൽ ചെന്നു, ഒന്ന് ഫ്രഷപ്പായി, ചെറിയൊരു നാപ്പൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണിത്. അപ്പോൾ ബോവില ലേക്ക് എന്ന് പറഞ്ഞിട്ട് അതൊരു ആക്ച്വലി ഒരു റിസർവോയറാണ്. അവിടേക്കാണ് ഞങ്ങൾ പോകാൻ ശ്രമം. ഇവിടെ ഗൂഗിൾ മാപ്പൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ എക്സാക്ട് ലൊക്കേഷനിലൊക്കെ നമുക്ക് ഒരുപാട് എന്തെങ്കിലും ട്രാഫിക് സിഗ്നലോ അല്ലേ. ഞങ്ങൾ വേസാണ് കൂടുതൽ ഉപയോഗിച്ചത് അപ്പം ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്.
അപ്പം അവിടെ ഞങ്ങൾ ആ തുടക്കത്തിൽ ചെന്നപ്പോഴേ ഇച്ചിരി കൂടെ കൺജസ്റ്റഡാണ്, ട്രാഫിക്കാണ്, ഡ്രൈവിങ് അങ്ങനെ ഒരു ഇതില്ല, നമുക്ക് ആ ഒരു സൈഡ് അലൈനായി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് ചുമ്മാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പം വന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ സൈഡിലൊന്ന് ഒതുക്കി ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ താഴെ ചെറിയൊരു പുഴ പോലെയൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു. അപ്പോൾ ഇച്ചിരി തണലും ഉണ്ടായിരുന്നു, ഇച്ചിരി വെയിലൊക്കെ അതുകൊണ്ട് ഇച്ചിരി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് അല്ല, കാരണം ഞങ്ങൾ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടുമില്ല. അപ്പം എയർപോർട്ടിൽ നിന്ന് നേരെ വരുവാ ഇത്. അപ്പം നമുക്ക് ഈ പോകുന്ന വഴി കാണാൻ നല്ല രസമാണ്, നല്ല ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അത്ര ഡെവലപ്പൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ചില ഏരിയ നല്ല. പിന്നെ മിക്കതും ഞങ്ങൾ വന്ന വഴികളിലും മിക്കതും കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് അധികം സ്പീഡിൽ പോകത്തുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആ ഒരു പൊടിയുണ്ട്, ഭയങ്കര ഡ്രൈ ലാൻഡുകളായതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി പതുക്കെ പോകാമെന്നുള്ളത്. പക്ഷെ നല്ല രസമാണ് രണ്ട് സൈഡും കാണാൻ. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എത്രമാത്രം ഇതാവുന്നുള്ളതില്ല. പിന്നെ ഞങ്ങൾ കുറേ കറങ്ങി. അപ്പം ഫസ്റ്റ് ഞങ്ങൾക്ക് പറ്റി ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വെച്ച് പോയതുകൊണ്ട് ഞങ്ങളുടെ വഴി മൊത്തം വേറെ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ബോയില ലേക്കിൽ നിന്ന് ചുമ്മാ അടിച്ചതേ ഉള്ളൂ ഗൂഗിളിൽ. അപ്പോൾ അത് കാണിച്ചത് ഡയറക്ഷൻ ഇച്ചിരി തെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ഏതൊക്കെയോ വഴി കൂടെ കയറി ഇങ്ങനെ വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ പോയി മുമ്പോട്ട്. ഇത് മൊത്തം ഓഫ് റോഡായിരുന്നു, പക്ഷേ പുതിയ വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം എടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ആ ഒരു ട്രിപ്പ് ഇച്ചിരി ഒന്ന് പാളി പോയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ ഒന്നുകൂടെ ഇറങ്ങണം. അപ്പം ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് പോയി ആ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഞങ്ങൾ റൂമിൽ നിന്ന് പിന്നെ നൈറ്റ് ലൈഫ് ഒന്ന് ഇവിടുത്തെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഈ കാൻഡൻബർഗ് എന്നല്ലേ എന്നാമേ ആ സ്ഥലത്തിൻ്റെ പേരെന്താ? അല്ല, അതിൻ്റെ പേര് സ്കാൻഡൻബർഗ് സ്ക്വയർ. സ്കാൻഡൻബർഗ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. പക്ഷെ നല്ല നൈറ്റ് ലൈഫ് അടിപൊളിയാട്ടോ. എല്ലായിടത്തും ഈ ഫുട്ബോൾ ഫാൻസാണ് ഇത് കണ്ടത്. ഇതുപോലെ ഇങ്ങനെ വലിയ സ്ക്രീൻ വെച്ച്. അപ്പോൾ ഞങ്ങൾ മൾട്ടിപ്പിൾ സിറ്റീസ് പോയായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ കാണിക്കാം, പിന്നെ ലേറ്റർ നമ്മൾ അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാം. എല്ലായിടത്തും ഇതുപോലെ ഭയങ്കരമായിട്ട് ഈ ഫുട്ബോൾ ഫാൻസും അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം അതിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ ഓൾറെഡി. അപ്പം ഇതൊക്കെ ഇവിടുത്തെ എന്താണ്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഹിസ്റ്റോറിക്കൽ എന്തൊക്കെയോ ഇതുള്ളതാണ്, ഞങ്ങൾക്കും വലിയ ഐഡിയാസ് ഒന്നുമില്ല. അപ്പോൾ ഏകദേശം പിന്നെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു ഇവിടെ, ഇതാണ്. അപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തേക്കാണ്. പണ്ടത്തെ ഒരു മോസ്ക് ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഫുഡ് കണ്ടി കുറേ ഇതിലൂടെ നടന്നായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു അത്യാവശ്യം എക്സ്പെൻസീവാണ് ഫുഡൊക്കെ ഇവിടെ. നമ്മളിപ്പോൾ UK അതേ ഏകദേശം റേറ്റും ഉണ്ട് ഇവിടെയും. ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഒരു ഇത് കിട്ടി. ഇതിപ്പോൾ ഞങ്ങളൊരു പാർക്കിലേക്ക് വന്നപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടതാണ് ഇതുപോലത്തെ ഒരു ഇതൊക്കെ എന്തോ സിംബോളിക്കാണോ നമുക്ക് അത്ര വലിയ നോളജ് ഇല്ല. പിന്നെ ഞങ്ങളതിലൂടെ കുറേ നടന്നു. പിന്നെ ഒരു ഫാസ്റ്റ് ഫുഡാണ് കഴിച്ചത്, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ അതാണ് ഒരു കബാബ് പോലത്തെ ഫുഡ്. അത് കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ പതുക്കെ റൂമിലേക്ക് തിരിച്ചു പോവുകയത്. അപ്പോൾ ഞങ്ങൾ ഡേ 2 സ്റ്റാർട്ട് ചെയ്തേക്കും. ഇതായിരുന്നു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ എടുത്തത്. ഇത് ഭയങ്കര ചീപ്പാണ്, അപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെ ചീപ്പാണ്. ഏകദേശം ഒരു ഞങ്ങൾക്ക് ഏകദേശം 20-25 പൗണ്ട്സേ ആയിട്ടുള്ളൂ എല്ലാവർക്കും കൂടെ. 2 ബെഡ്റൂം ആയിരുന്നു. അപ്പം അത്യാവശ്യം പിന്നെ ഇവിടെ സെൽഫ് ചെക്കിനും ചെക്ക് ഔട്ടൊക്കെയാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക്. നമ്മൾ ഇവിടുന്ന് നേരെ മറ്റേ ഇന്നലെ പാളിപ്പോയ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ സൗത്തിലേക്ക് സെറാൻഡേ പോകും. 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകാൻ പോകുന്നത് എവിടെയായിരുന്നു? ബോവില്ല ലേക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ അവിടെ പോകാൻ പറ്റിയില്ല. അപ്പം താമസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 9 മണി കഴിഞ്ഞ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു 1 hour ലേറ്റ് ആയിപ്പോയി, പുറകിലായിപ്പോയി. നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ നോക്കിയപ്പോൾ ഫുള്ള് ഇവിടുത്തെ എല്ലാവരും ബാറുകളാണ് എപ്പോഴും രാവിലെ ഓപ്പൺ ആവുന്നത്. ഇപ്പം വെള്ളം അടിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്ലേസാണ്. നമുക്ക് നല്ല വൈബുണ്ട്, സിറ്റി വൈബുണ്ട്. അപ്പം ഞങ്ങളേതായാലും അവിടെ നിന്നൊരു കോഫി മേടിച്ചു. പക്ഷേ ഭയങ്കര കയ്പ്പായിരുന്നു. ഇവിടുത്തെ മറ്റേ എക്സ്പ്രസ്സോ പോലത്തെ ടൈപ്പ് കോഫികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മിൽക്ക് അഡീഷണൽ മേടിച്ചൊഴിച്ച് കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ടോസ്റ്റായിരുന്നു, അതൊരു പ്രത്യേകത ഇവരുടെ സ്റ്റൈലിലുള്ളൊരു ടോസ്റ്റായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. ഇപ്പം ഞങ്ങൾ ഇറങ്ങി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പെട്ടെന്ന് വിശക്കുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടി. ഡ്രൈവറായിട്ടുള്ള ഇന്ന് നമ്മുടെ സച്ചിനാണ്. ആദർശാണ് നമ്മുടെ ഗൈഡ്. ഫുൾ റൂട്ട് മാപ്പെല്ലാം ചെക്ക് ചെയ്യുന്ന ആദർശാണ്. പിന്നെ സോങ് അതും ബൈ ആദർശ്.
സ്പെഷ്യൽ ക്യാമറാമാൻ അന്നാമയാണ്. ക്യാമറ ഗേള് അല്ല വുമൺ. എന്റെ മോനെ ഇതിന്റെ കുറവുണ്ട് അല്ലേ? ചെങ്ങായിക്ക് അങ്ങോട്ടാ പോന്നെ. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ വഴിയാണ്. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി ഇടയ്ക്കൊരു കൺഫ്യൂഷനൊക്കെ വന്നായിരുന്നു ഞങ്ങൾക്ക് വഴിയുടെ. പക്ഷേ ഒരു കൊച്ചിടയ്ക്ക് ഞങ്ങളുടെ വണ്ടിയുടെ അങ്ങനെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ നമ്മളവിടെ സിഗ്നലിൽ നിർത്തിയിട്ടപ്പം പുള്ളിക്കാരി വന്നിങ്ങനെ വണ്ടിയിലേക്ക് ചാരി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വണ്ടി എടുക്കാനും ഒരു പേടി. അപ്പോൾ ഞങ്ങളത് വീഡിയോ എടുത്തില്ല. പക്ഷേ നമുക്ക് വണ്ടി എടുക്കാൻ അവർ വണ്ടിയിൽ നിന്ന് മാറുന്നില്ല. വണ്ടി എടുക്കുമ്പോഴും അങ്ങനെ വണ്ടിയുടെ ഒപ്പം വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി പേടിയായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ മലയാളം നോക്കി വെയിലടിച്ചിട്ട് പക്ഷെ കോടയുണ്ട്. കോടയാണോ അത് പുകയാണോ വെയിലടിച്ചിട്ടില്ല? നല്ല കോടന്ന് എടുത്തുമ്പോഴേ ആവി വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു സെമിത്തേരിയാണ്. ഇവിടുത്തെ വലിയതാണ്. അപ്പം പിന്നെ എൻ്റെ അവിടെ തന്നെ നല്ല മലകളും കാഴ്ചകളും നിറയുണ്ട്. അപ്പോൾ പുറകിൽ ഇവിടെ ഒരു ഓണടി കേൾക്കുന്നുണ്ടായിരുന്നു. ബാക്കിൽ കാറാണോ? ബാക്കിൽ കാറുണ്ടോ? ഉണ്ടായിരുന്നു. റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് കൊടുക്കാൻ സൈഡിലൊക്കെ പള്ളിയും കേബ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ സൈഡും അല്ലാത്തതുകൊണ്ട് നമ്മളൊരു പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സൈഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു സൈഡ് അലൈൻ ചെയ്ത് വരാൻ ഭയങ്കര ഇച്ചിരി ഒരു കൺഫ്യൂഷനുണ്ട്. ഇതുപോലെ നമ്മൾ സൈഡിലൊക്കെ വണ്ടികളൊക്കെ നമുക്ക് വളവിലും എവിടെയെല്ലാം ഒട്ടും നമുക്ക് ആ ഒരു ഇന്ത്യയെക്കാളും ഭയങ്കര ഡ്രൈവിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്ത്യയിൽ നമുക്ക് ഇച്ചിരി കൂടെ എല്ലാവരും നന്നായിട്ട് ഡ്രൈവ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ആൾക്കാർ തോന്നിയ പോലെ വണ്ടി എടുത്തും തോന്നിയ പോലെ ഓടിക്കലോ അങ്ങനെയാണ്. ആ ജിപ്സി അവിടെ എത്തിയിട്ടുള്ളൂ. ഓ ജിപ്സി 4x4 അല്ലേ? ഇവിടുത്തെ വഴി ഏകദേശം ഇങ്ങനെയായിരുന്നു കേട്ടോ. കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ഇതുപോലത്തെ മൺറോഡുകളായി. അപ്പം അത്യാവശ്യം ഒരു ഓഫ് റോഡാണ്. വണ്ടി മൊത്തം പൊടി പിടിച്ചൊരു വകയായിരുന്നു. കാരണം മൊത്തം ഞങ്ങൾ ഇന്നലെ തൊട്ട് ഇതുപോലത്തെ വഴികളിലൂടെയാണ് മൊത്തം പോകുന്നത്. ഇന്നലെ ഇച്ചിരി കൂടെ മോശം റഫായിട്ടുള്ളൊരു വഴിയായിരുന്നു. ഇത് ഇച്ചിരി കൂടെ ഒരു എനിക്ക് വന്ന് ടാർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ ചെയ്തിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അത്യാവശ്യം ഇച്ചിരി പാടായിരുന്നു. നല്ല രസം. പക്ഷെ റോഡ് നല്ല റോഡായിരിക്കും. ഇങ്ങനത്തെ റോഡായിരിക്കും കുഴപ്പമില്ലോ. വഴി മോശമാണ്. നല്ല രസമുണ്ട്. നീ ഇങ്ങനെ കയറി പോയില്ല നമ്മള്? പാട്ട് നിന്നു. റേഞ്ച് പോയി. താഴോട്ട് എടുക്കാൻ പറ്റുമോ? എടാ ആദർശേ താഴത്തോട്ട് നോക്കി. എനിക്ക് കാണാൻ പറ്റുന്നു. എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ വെള്ളം താഴ്വാരം ഇവിടെ കട്ടാവുന്നുണ്ട്. അവിടെ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ ബോവില ലേക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു വിധത്തിൽ വണ്ടി ഒതുക്കിയിട്ടു. അപ്പം നമ്മുടെ വ്യൂ കാണിച്ചു തരാനേ ഇവിടുത്തെ ബോവിൽ ലേക്കിൻ്റെ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം നമുക്ക്. ഇതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. അത് നമ്മൾ ഞാൻ ഇവിടെ വരുന്ന വരെ ഓർത്ത് ഇവിടുത്തെ ഒരു എഡിറ്റിംഗ് ആയിരിക്കും ഇങ്ങനെ വെള്ളത്തിൻ്റെ കളറൊക്കെ. പക്ഷേ നല്ല കളറെന്ന് വെച്ചാൽ നല്ല കളർ, ഒരു പച്ച, ഒരു നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ മലനിരകളും അതിൻ്റെ ഇടയ്ക്കുള്ളൊരിതും. അപ്പം ഞാൻ താഴോട്ടിറങ്ങി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത് താഴോട്ടുള്ള വഴി. അപ്പോൾ ഇതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു ഇച്ചിരി ഇതായിട്ടുള്ള വഴിയാണ്. എന്നാലും കുഴപ്പമില്ല, ഈസി ആയിട്ട് ഇറങ്ങാവുന്നേ ഉള്ളൂ. എന്നാമ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു റിസർവയറാണ്. നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല ആഴമുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. ഏകദേശം ആ ഒരു ഇച്ചിരി ഏരിയയിലേ ഉള്ളൂ ഇത്. ബാക്കി നല്ല ആഴമുള്ള ഏരിയ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് വെള്ളത്തിൽ ചാടണമെന്നുണ്ട്. അടിപൊളി അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നോക്കി, നല്ല വെള്ളം, നല്ല സീനറി, അടിപൊളി. ഒരാളെ കാണിച്ചു തരാം. പേടിത്തൊണ്ടെത്തി അന്നമ്മ പേടിത്തൊണ്ടെത്തി. അയ്യോ ദേന നമ്മുടെ അൽപ്രോ ആദർശ്. യെസ് ആദർശ് കുട്ടാ, മക്കളെ അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല.
ഗ്രിപ്പ് ഇല്ല, അതൊരു പ്രധാന പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ ഫൈനലി സ്ഥലത്തെത്തി. അടിപൊളി ബോട്ടും എല്ലാം, നല്ല സെറ്റ് സ്ഥലം. ഇതാണ് ബോവില്ല ലേക്ക്. നൈസ് സ്പോട്ട്. പിന്നെ ബോട്ടിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ബോട്ട് ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. അപ്പം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നായിരുന്നു വെള്ളത്തിൽ ചാടി ഒന്ന് നീന്തണം. അപ്പോൾ കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു കിട്ടിയില്ല. അവിടെ സ്വിമ്മിംഗ് പൂളിലൊന്നും അങ്ങനെ ഓപ്ഷനുണ്ട് UK-ലൊക്കെ ആണെങ്കിലും, പക്ഷേ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ കുളത്തിലും അവിടെയൊക്കെ കുളിക്കുന്നതിൻ്റെ ഒരു രസം വേറെയാണല്ലോ. അപ്പം കുറേ ഒരു ആഗ്രഹത്തിന് ശേഷം അങ്ങനെ നീന്താൻ കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് ചാടി നല്ല തണുപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, പക്ഷെ അത്ര വലിയ ഇതായിട്ടുള്ള ഇതല്ല. നമ്മുടെ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ വെള്ളം പോലെയല്ല, ഇച്ചിരി തണുപ്പുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. നമ്മൾ അത്രയും വെയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പം ആ വെള്ളത്തിലങ്ങ് ചാടി ഇതാകുമ്പോഴേക്കും കൊണ്ട് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, അതൊരു നല്ല രസമായിരുന്നു. കുറച്ച് നേരം അവിടെ ഞാനും സച്ചിനും അതിലൂടെ നീന്തി കളിച്ച് നടന്നു. അത്യാവശ്യം ആഴമുണ്ട്. അത്യാവശ്യം നീന്താൻ അറിയാവുന്നവരാണെങ്കിൽ ചാടിയാൽ മതി. അല്ലെങ്കിൽ കാരണം അവിടെ അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ കരയിൽ മാത്രമേ ഇച്ചിരി ഇതുള്ളൂ നിൽക്കാനുള്ളത്. പിന്നെ അങ്ങോട്ട് നല്ല കുത്തനെയുള്ള ഒരു ആഴമാണ്. നീന്തുന്നവരാണെങ്കിൽ പോയി ചാടാൻ നല്ലൊരു ഇതാണ്. ഞങ്ങൾ ഇവിടെ വെച്ച് ഓരോരോ പരീക്ഷണങ്ങളായിരുന്നു. ഓരോ ഷോട്ട് എടുക്കാനും, സെൽഫി, മലന്ന് നീന്തുക, പിന്നെ വെള്ളത്തിനടിയിൽ കൂടെ നീന്തുക, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുറേ പ്ലാൻ. GoPro ഉള്ളതുകൊണ്ട് അത് ആദർശിൻ്റെയാണ്. അപ്പോൾ അവനാണ് നമുക്കിങ്ങനെ തന്നത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഓരോ ഷോട്ടുകളൊക്കെ പരീക്ഷിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം കിടന്ന് ചാടി കൊണ്ട് അവിടെയെല്ലാം കലങ്ങിപ്പോയി. അതുകൊണ്ട് അത്ര ഒരു വെള്ളത്തിനടിയിലുള്ള ആ ഒരു ക്ലാരിറ്റി അത്ര കിട്ടിയിട്ടില്ല. അല്ല പിന്നെ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകണമായിരുന്നു നീന്തി. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു പേടിയായതുകൊണ്ട് ഞങ്ങൾ കുറച്ചങ്ങ് പോയപ്പോൾ തന്നെ അവർ ഞങ്ങളെ തിരിച്ച് വിളിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം അങ്ങ് പോയില്ല. പിന്നെ റിസ്ക്കുമാണ്. വേറെ ആരും നീന്താൻ അറിയാവുന്നവരുമില്ലല്ലോ അവിടെ. പിന്നെ അത്യാവശ്യം ആൾക്കാരും കുറവായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ പറ്റിയാലും പ്രശ്നമാണല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞങ്ങൾ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ മുകളിലായിട്ട്. അപ്പം അങ്ങോട്ട് പോകുന്നവർ ആ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് ഇട്ടാലും മതി. അപ്പോൾ ഇച്ചിരി കൂടി ഇതായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ പോലെ മറ്റേ സൈഡിലേക്ക് പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് ഇട്ടാലും നമുക്ക് ആ വേയിൽ തന്നെയാണ് ഈ ബോവില്ലയിലേക്ക് വരുന്നത്. ബോവില്ല റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് പേര്. അപ്പോൾ നമുക്കിത് കണ്ട് ഇതുപോലെ ഇങ്ങനെ മുകളിൽ നിന്നുള്ള ഏകദേശം ഒരു വ്യൂ ഇങ്ങനെയൊക്കെ കിട്ടും. അങ്ങോട്ട് ഫുൾ മൺവഴിയാണ്. ഇങ്ങനെ ചുരം പോലെ നമ്മുടെ ഇപ്പം കുറേ ഹെയർ പിൻ വളവുകളുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു 10-15 ഉണ്ട്. ഇതുപോലെ ഫുൾ ചരലാണ്. അപ്പോൾ നമ്മൾ അതിനകത്തൂടെ വണ്ടി ഇങ്ങനെ ഇച്ചിരി ഓഫ് റോഡ് വണ്ടിയൊക്കെയാണ് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ 4x4 അങ്ങനത്തെ ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. ഇത് ഭയങ്കര ഒരു പുതിയ വണ്ടി ആയതുകൊണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അടിയിടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് ഈ വളവൊക്കെ തിരിഞ്ഞ് കയറുമ്പോഴേ. മെയിനായിട്ട് ഈ എയർ പിൻ വളവ് എടുക്കുമ്പോഴേക്കും നമുക്കൊരു പേടിയായിരുന്നു. കാരണം അതിങ്ങനെ ഉന്തിയും മുഴച്ചൊക്കെ ഇരിക്കുന്നത്. ഇപ്പം ഇതാണ് ഏകദേശം ആ മോൾ വശത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ മുകളിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആ മുകളിൽ വണ്ടി ഇട്ടേക്കുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് റെസ്റ്റോറൻ്റൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം അവിടെ നിന്ന് ആ ബോവില്ല ലേക്കിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് കൂടെ മുകളിലേക്ക് ഇതുപോലെ ചുരം കയറി വരണം. അപ്പം ഇതാണ് ഇവിടുന്ന് ഏറ്റവും ഏകദേശം ഈ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പാസ് എടുക്കാനുണ്ട്. ഒരാൾക്ക് ഏകദേശം 4 pound ഈച്ചാണ്. അവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ആ എഡ്ജിൽ കാണുന്ന സ്ഥലത്തേക്ക് ഇനി പോവുകയാണ്. അയ്യോ വീഡിയോ എടുത്തായിരുന്നോ? ഞാൻ അതെടുത്തായിരുന്നു. ഇതിപ്പോൾ നമ്മളിനി കയറാൻ പോവുകയാണ്.
നമ്മളെല്ലാവരും കിട്ടുന്നുണ്ടോ? യോ ഗൈസ്, പറഞ്ഞോ. അടിപൊളി സ്ഥലം. Amazing. രക്ഷയില്ല. അങ്ങോട്ട് നടക്കുവാണ്, പക്ഷെ ഭയങ്കര വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമ്മൾ പുറമൊക്കെ പൊള്ളിപ്പോകുന്നുണ്ട്. പക്ഷെ നല്ല ഇങ്ങനത്തെ ഒരു വെതറിൽ വരുന്നതായിരിക്കും നല്ലത്. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാനാണെങ്കിലും പിന്നെ ഇച്ചിരി കൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള, കാരണം ഇങ്ങോട്ടുള്ള റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ ഭയങ്കര ഡിഫിക്കൽട്ടാവും. അപ്പം എനിക്കറിയില്ല ഇവിടുത്തെ കാലാവസ്ഥകൾ എങ്ങനെയാണ്, മഴയുണ്ടോ ഇതൊന്നുള്ളത്. അപ്പം പക്ഷെ എന്നാലും ബെറ്ററായിട്ടുള്ളൊരു വെതറിൽ വന്നതിന് ചിലപ്പം അറിയില്ല, ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും. ഇത് ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പകലും കൂടുതലുണ്ട്. നമുക്കൊരു 8:30 ആകുമ്പോഴാണ് സൺസെറ്റൊക്കെ വരുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനും കുറച്ചുകൂടെ കറങ്ങാനൊക്കെ ഉള്ള ടൈം കിട്ടും ഈ സമ്മറിൽ വരുമ്പോഴേ. നമുക്കൊരു ഇപ്പം UK ഉള്ള പോലെ തന്നെ അവിടെ ഇപ്പം 10 മണിയൊക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് ആവുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരു 8:30 വരെ സമയം വരെ നല്ല വെട്ടമുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം കിട്ടും, പകൽ സമയം കിട്ടും കറങ്ങാനും കാണാനൊക്കെ. വേണ്ടേ എടാ, ഏതാ നല്ലത്? ഇതാണോ കാണാൻ? ഇത് ഈ കണ്ണാടി പിടിക്കും, ഷർട്ടിൻ്റെ ഇടയിൽ വെച്ചോ. ഇതിനകത്ത് കൂടെ കാണുമ്പോൾ എന്ത് എളുപ്പം വഴി. എന്താ ഈ താഴെ കാണുന്നതാണ് ആ ചുരം നമ്മൾ കയറി വരേണ്ടത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഇവിടെ ഇതുപോലത്തെ ഒരു വഴിയാണ്, കുറച്ച് സ്റ്റെപ്പ് കുത്തനെയുള്ളതിനൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒക്കെ പോലെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകാനുള്ള ഗ്യാപ്പുണ്ട്. പിള്ളേരൊക്കെ വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളിതാണ്ട് അങ്ങോട്ട് കയറാനുള്ള ഇതിലൂടെ ഇങ്ങനെ ഒരു നടയുണ്ട് കയറണമെങ്കിൽ. അപ്പോൾ നമ്മളത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, അങ്ങനെ ഇങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഇങ്ങനെ ഓരോ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെയുണ്ട്. ഒരു അതുണ്ട് നോക്കി തിരിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ എല്ലാം കുഴി പോലെയുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിച്ച് നമ്മൾ കയറും. അത്യാവശ്യം നല്ല കിതപ്പുണ്ട്. അപ്പം ഇങ്ങനെ കുത്തനെയുള്ള കയറ്റം കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി വരുന്നുണ്ട്. ഒരു റൈറ്റിലേക്ക് ഒരു കേവ് പോലത്തെയാണ്. അപ്പോൾ ഈ ഒരു റൈറ്റിൽ കാണുന്ന ഒരു സ്റ്റെയർ പോലത്തെ അവിടെ ഒരു ചെറിയൊരു കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കും പോകും. അങ്ങനെ രണ്ടായിട്ട് വഴി സ്പ്ലിറ്റ് ആവുകയാണ്. ഇതാണ് ആ വ്യൂ പോയിന്റ്. ഞങ്ങളിപ്പോൾ ഈ കേവിൻ്റെ സൈഡിലുള്ളത്. അപ്പുറത്ത് കാണുന്ന വ്യൂ പോയിന്റിൽ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ സ്റ്റെയർ കയറി പോകണം. അവിടെ പുള്ളിക്കാരി എന്തോ ഒരു അഭ്യാസം കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് വരുന്നത്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. വ്യൂ പോയിന്റ് ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ കിട്ടും. അതിപ്പോൾ ഇങ്ങനെ ഈ ഒരു അവർ പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതിങ്ങനെ ഒരു ഇതാണ്, താഴെ സപ്പോർട്ടൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പാല, ആൾക്കാർ അതിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് വലിഞ്ഞ് കയറി. ഇച്ചിരി എല്ലാ സൈഡിലേക്കും കുഴിയാണ്, ഇച്ചിരി ഡേഞ്ചറാണ്. നല്ലതായിട്ട് കാറ്റ് പിടിക്കുന്നുമുണ്ട്. എനിക്ക് ഇച്ചിരി ഒരു പേടി വന്നായിരുന്നു, കാരണം ഭയങ്കര കാറ്റായിരുന്നു. നമുക്കൊന്ന് ബാലൻസ് പോയി കഴിഞ്ഞാൽ താഴെ പോകും. അപ്പം ഇച്ചിരി ഡേഞ്ചറായിരുന്നു. പിന്നെ ആവേശത്തിന് അങ്ങനെ എല്ലാവരും കയറുന്ന കണ്ടപ്പോൾ ഒന്ന് കയറി എന്നുള്ളതേ. അപ്പോൾ അവിടെ ഞങ്ങൾ പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അന്നാമങ്ങ ഇപ്പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് സൂം ചെയ്തെടുത്തതാണത്. അതുകൊണ്ട് അത്ര ക്ലാരിറ്റി കാണത്തില്ല. അപ്പം എന്തായാലും നല്ല രസമായിരുന്നു. വന്നത് നല്ല വേർത്തായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കയറാൻ നിൽക്കുന്നവർ, അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വന്നു. എൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് നടന്ന് വേണമെങ്കിൽ കയറി വരാം. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. നല്ല നീറ്റാട്ടോ, നല്ല റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല വെറൈറ്റി ഫുഡുകളുണ്ട്. വലിയ കോസ്റ്റ്ലി അല്ല. നമ്മളിങ്ങനത്തെ ഒരു ലൊക്കേഷനിലൊക്കെ കിട്ടുന്ന ഒരു ഫുഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. ഈവൻ ഒരു UK ഒക്കെ പ്രൈസ് വെച്ച് അത്ര ആവുന്നില്ല. ഇപ്പോൾ ഒരു മീലിനൊക്കെ ആണെങ്കിലും 10 പൗണ്ടിൽ താഴെയൊക്കെ ഉള്ള രീതിയിലേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ സെറാൻഡയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് നേരെ ഇതാണ് ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റ് ഏകദേശം. ഞാൻ പിന്നെ അവിടെ ഡയറക്റ്റ് വീഡിയോ എടുത്തില്ല. ആൾക്കാർ അവിടെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്നോർത്ത്. അപ്പം ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ്. ഞാൻ പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കുക. ഏകദേശം ഇത് ആ ഒരു ഇച്ചിരി കൂടെ മുകളിലാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ നമ്മൾ ആ വ്യൂ പോയിൻറ്റിൻ്റെയും കുറച്ചുകൂടെ മുകളിൽ
ഇങ്ങനെയാണ് ഏകദേശം ഇവിടുന്ന് ആ ഒരു വ്യൂ വരുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പോൾ ഇനി ഇവിടെ ഞങ്ങൾ നേരെ സെറാണ്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു പാട്ടുണ്ട് സ്ഥിരം കൂടുമ്പോൾ പാടുന്ന മറക്കുടയിൽ എഴുതും മീനല്ല മരക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല മഷിക്കറുപ്പാൽ മിഴി എഴുതും മീനല്ല.